എഫോൾജൻസ് കോക്ക് ഹാൽ, ഡയറക്ടർ റഫീഖ് വീര, റൈറ്റർ നിഷാദ് ഖോയ. ഈ സിനിമയുടെ DOP രവിചന്ദ്രൻ, അതുപോലെ എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ്. DOP കിഡു വർക്ക്, അതായത് ഭയങ്കര കളർഫുൾ. കാരണം ഇതൊരു റൊമാൻറ്റിക് മ്യൂസിക്കൽ ഡ്രാമയാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ജോൺറ എന്ന് പറയും, പിന്നെ ജോൺറ ഷിഫ്റ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇതിലെ സോങ്സും പിന്നെ അത് എഡിറ്റ് ചെയ്തിരിക്കുന്നതും മൊത്തത്തിൽ എഡിറ്റിങ്ങിലൊക്കെ ഭയങ്കര ഒരു പരിപാടിയുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീരയുടെ മേക്കിങ്ങും കിടുവാണ്. അപ്പോൾ ഇത് വന്നപ്പോഴും പിന്നെ അതിൻ്റെ കൂടെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തൊരു നന്ദഗോപൻ. കിട്ടു വർക്ക്. അതായത് നമ്മളെങ്ങനെ പമ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ട് പടത്തിൻ്റെ മൂഡിനനുസരിച്ചിട്ട്. ഒരു പാട്ട് അറിയാലോ, വൈറലായ സോങ്ങാണ്. അതിനോട് ഷെയ്ൻ്റെ ഡാൻസും റാപ്പും പെർഫോമൻസൊക്കെ വന്ന സമയത്ത് മൊത്തം കിട്ടലും പരിപാടിയാണ് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ പിന്നെ പൊളിറ്റിക്സ് എണ്ണ സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ പൊളിറ്റിക്സ് പറയുന്ന ഭാഗത്തെക്കുറിച്ച് വിശദമായി പറയാം. സൗണ്ടിൻ്റെ പരിപാടി കിടുവാണ്. സൗണ്ട് ഡിസൈൻ അലക്സ് കുര്യൻ, മിക്സിങ് വിഷ്ണു സുജാതൻ. അതുപോലെ ഇതിൻ്റെ കോസ്റ്റ്യൂംസ് എടുത്ത് പറയണം. എസ്പെഷ്യലി ഷെയ്ൻ്റെ കോസ്റ്റ്യൂംസ് ധന്യ ബാലകൃഷ്ണനാണ് ചെയ്തിരിക്കുന്നത്. കൂടെ തൻവീറുണ്ട്. കിട്ടുന്ന ഷെയ്ൻ ഇതിൽ പക്ക പൊളി മലബാറി ലുക്കാണ്. അതിനനുസരിച്ചിട്ടുള്ള കിട്ടലും കോസ്റ്റ്യൂംസ്. സിനിമയുടെ തുടക്കം തന്നെ ടൈറ്റിലിൽ കാണിക്കുന്നത് കോഴിക്കോടാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന സ്ഥലമായതുകൊണ്ട് ഓരോ സ്ഥലം നമുക്ക് ഭയങ്കര രസം അങ്ങനെ കാണാൻ. സിനിമയിൽ വലിയ സ്ക്രീനിൽ കാണുന്ന സമയത്ത് പെട്ടെന്ന് കണക്റ്റ് ആവും. കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടാണ്. കാരണം ഇതിലെ കഥാനായകൻ കോഴിക്കോടാണ്, കടലുണ്ടിയാണ്. പേര് ആസിഫ് ബീരാൻ. ഇദ്ദേഹം ഒരു റാപ്പറാണ്. കല്യാണ വീട്ടിൽ പോയി പരിപാടി അവതരിപ്പിക്കുന്നു. പിന്നെ അത്യാവശ്യം മ്യൂസിക്കൽ ആൽബംസ് ഒക്കെ ഇറക്കുന്നത്. അതാണ് നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ കഥാപാത്രം. ഒപ്പം ഡാൻസൊക്കെ ചെയ്യും. ഇതിൽ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് സാൻഡി മാസ്റ്ററൊക്കെയാണ്. പിന്നെ സാക്ഷി വൈദ്യ ചെയ്ത കഥാപാത്രം മെരിയ ഫെർണാണ്ടസ്. താമരശ്ശേരിയാണ് വീട്. അപ്പോൾ അതാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കോഴിക്കോട് താമരശ്ശേരി കടലുണ്ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവരുടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പേര് കേട്ടപ്പോഴേ തന്നെ മനസ്സിലായല്ലോ, ഒരാൾ ബീരാൻ, മറ്റേത് ഫെർണാണ്ടസ്. അപ്പോൾ അവിടെ സാധനം വന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ പടം പോകുന്നത്. അതിനകത്തേക്ക് പിന്നെ കുറേ കഥാപാത്രങ്ങൾ. ഷെയ്ൻ്റെ അച്ഛനായിട്ട് മനോജ് കെയും പക്ക ഒരു മുസ്ലിം കഥാപാത്രം. അതായത് പുള്ളി ശരിക്കും മുസ്ലിമാണെന്ന് നമുക്ക് തോന്നുന്നു നിസ്കരിക്കുന്നതായി കഴിഞ്ഞാലും പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും പള്ളിയും പരിപാടിയൊക്കെ. പിന്നെ സംഗീത, പഴയകാല നടി സംഗീതയാണ് ഷെയ്ൻ്റെ ഉമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ നത്ത് ബിനോ, പുള്ളിയുടെ സീൻസൊക്കെ കിട്ടിയിരുന്നു. ഇദ്ദേഹത്തിന് കോമഡി എഴുതാൻ ഭയങ്കര കിടുക അദ്ദേഹം കോയ. അപ്പോൾ അതിൽ പല സിറ്റുവേഷണൽ കോമഡി ഉണ്ട്. ഈ പറഞ്ഞ അബിൻ ബിനോൻ്റെ നത്ത് കഥാപാത്രം. പിന്നെ ജോണി ആൻ്റണി കുറേ കാലത്തിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം അതിൽ ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി ഒരു അഡ്വക്കേറ്റാണ്, ഡ്രങ്കാർഡാണ്, പക്ഷേ വളരെ നൈസാണ്. പുള്ളി ത്രൂ ഔട്ട് ഉള്ള ഒരു കഥാപാത്രം. ഇവരുടെ ഗ്യാങ്ങിൽ പണ്ട് ഡിസ്കോ ഡാൻസറൊക്കെ അഭിനയിക്കുന്ന രവീന്ദ്രൻ അദ്ദേഹമുണ്ട്. പുള്ളിയുടെ പല കോമഡിയും കൗണ്ടർ പരിപാടിയൊക്കെ രസമായിരുന്നു. അങ്ങനെ പൊതുവെ വിനീത് ബി കുമാർ, അദ്ദേഹം വേറെ എന്തോ ഭാഷയൊക്കെ സംസാരിക്കുന്നത്. അത് പിന്നെ കൂടെ പഠിക്കുകയാണെങ്കിൽ ഏജ്ഡായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു റാപ്പ് സോങ്ങിൽ പുള്ളിയുടെ പെർഫോമൻസ് കിടുമായിരുന്നു. പുള്ളി മറ്റേ സൗണ്ട് ബോക്സ് പരിപാടി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിരുന്നു ലിപ്സിങ്ങും പരിപാടിയൊക്കെ. അങ്ങനെ പിന്നെ കുറേ റിയാസ് നർമ്മകല, കുറേ കഥാപാത്രങ്ങൾ. അപ്പം ആദ്യ പകുതി ഈ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് കുറേ കിട്ടെല്ലാം സോങ്സ്, കിട്ടെല്ലാം ഡാൻസ്. ഇദ്ദേഹം ഈ ഷെയ്ൻ നിഗം അൺഡൗട്ടഡ്ലി ദ ബെസ്റ്റ് ഡാൻസർ എവർ പ്രൊഡ്യൂസ്ഡ് ഇൻ എം വുഡ്. അതിൽ യാതൊരു തർക്കമില്ല. കാരണം അന്യായ ഗ്രേസ്, അന്യായ ഫ്ലോ വിത്ത് ഹിസ് എക്സ്പ്രഷൻ. അതായത് സോങ്ങിനെ അനുസരിച്ച് അങ്ങ് കുബോയ്സ് ദർ. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പറയില്ല. ബട്ട് സ്റ്റിൽ ഷെയ്ൻ ഈസ് സംതിങ് എൽസ്. കാരണം പിന്നെ അദ്ദേഹം ഓൾറെഡി നമ്മൾ RDX കണ്ടിട്ടുള്ളതാണ്. അതായത് പക്കോ സ്റ്റാർ മെറ്റീരിയൽ. ഡാൻസ്, റൊമാൻസ്, ആക്ഷൻ. അഭിനയിക്കാനും ഗംഭീരമായിട്ട് അഭിനയിക്കാനും അറിയാം. ഇമോഷണൽ സീൻസിലായി കഴിഞ്ഞാലും ഓവർ ദ ടോപ്പ് സീൻസിലായി കഴിഞ്ഞാലും ലൗഡായിട്ടുള്ള സീൻസിലായി കഴിഞ്ഞാലൊക്കെ തന്നെ. അപ്പോൾ ഷെയ്ൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ഭയങ്കര രസമാണ്. പിന്നെ പക്ക ക്ലീഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലോക സിനിമയിൽ അത്രയും കാണിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമകളിലും സൗത്ത് ഇന്ത്യൻ സിനിമയിലും കാണിച്ചിട്ടുള്ള പക്ക ക്ലീഷേ റൊമാൻറ്റിക് പരിപാടിയാണെങ്കിലും ആ ലവ് സ്റ്റോറി ബിൽഡ് ചെയ്യുന്ന രീതിയിലല്ലോ കാണുന്നു. പിന്നെ എങ്ങനെയാവുന്നു രണ്ടും. പക്ഷെ എന്നാലും സ്റ്റിൽ ഇറ്റ്സ് ഫ്രഷ്. കാരണം അത് പെർഫോമൻസ് കൊണ്ടും ആ മേക്കിംഗ് കൊണ്ടും സോങ്സ് പ്ലേസ് ചെയ്ത രീതി കൊണ്ടും പിന്നെ മൊത്തം അതിൻ്റെ ഒരു സിനാരിയോ മൊത്തം അങ്ങനെ കണക്റ്റഡായി പോകുന്നതുകൊണ്ട് ഓവറാക്കി ചളമാക്കാതെ ക്രിഞ്ചടിപ്പിക്കാതെ ഏറ്റവും കൂടുതൽ ക്രിഞ്ചടിപ്പിക്കാൻ സാധ്യതയുള്ള ജോൺറ എന്ന് പറയുന്ന ഈ റൊമാൻറ്റിക് പരിപാടി.
അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് കോമഡി പരിപാടികളൊക്കെ ഫസ്റ്റ് ഹാഫ് നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടാണ് കണ്ടുള്ളത്, ഇൻക്ലൂഡിങ് സോങ്സും ഡാൻസും ഒക്കെ. ഫസ്റ്റ് ഹാഫിലെ ചില പൊളിറ്റിക്കൽ സാധനങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, പൊളിറ്റിക്കൽ റിലീജിയസ് സാധനങ്ങൾ. ഒന്ന് റോണി ഡേവിഡ് രാജ് ചെയ്തൊരു കഥാപാത്രമുണ്ട്, ഒരു തിരുവനന്തപുരം പോലീസ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഷെയ്ൻ്റെ കഥാപാത്രം പേര് പറയുമ്പോഴേ തന്നെ മുസ്ലിമാണ് ബീരാൻ, ആസിഫ് ബീരാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നീ പൊട്ടിത്തെറിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കുറേ സാധനങ്ങൾ ഒരു ഫേസ്ബുക്ക് കോണ്ടന്റിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ നേരെ ഇതിൽ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുക. അതാണ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയ സമയത്ത് പറ്റിയിട്ടുള്ളത്, ഞാൻ പറയാം. അപ്പോൾ റോണി ഡേവിഡ് രാജിൻ്റെ കാര്യം ചോദിക്കുന്നത്, നിൻ്റെ മുക്കാൽ പിഴിഞ്ഞ് ഞാൻ അരയാക്കുന്നു പറയുന്നുണ്ട്. കൊണോട്ടേഷൻ മനസ്സിലായില്ല, മുക്കാലും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ അതിൻ്റെ പേരിൽ ഇവൻ ഒരു റാപ്പ് ഉണ്ടാക്കുന്ന സീനൊക്കെ ഉണ്ട്. ആ റാപ്പ് കിടിലൻ റാപ്പ് കേട്ടോ. ഷെയ്ൻ തന്നെയാണ് ഇതിൽ കുറേ റാപ്സൊക്കെ പാടിയിരിക്കുന്നത്. അപ്പം ഒരു വേഡൻ കൈൻഡ് ഓഫ് ഒരു പൊളിറ്റിക്കൽ സാധനം, അങ്ങനെ തന്നെയാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നതും. പിന്നെ ഇതിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട് പാട്ടും ഡാൻസൊക്കെ നമുക്ക് ഹറാമാണ്. അതായത് പുള്ളിയുടെ പിന്നെ കല്യാണത്തിന് തന്നെയാണ് പാട്ടും ഡാൻസ് വെച്ചത്. ഇത് ഏറ്റവും വലിയ ഇറോണിക്കലായിട്ട് കാര്യം വെച്ചാൽ ഇതൊക്കെ പറയുന്നത് ഒരു സിനിമയിൽ കൂടിയാണ്. അപ്പോൾ അത് ഹറാമാണല്ലോ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ പിന്നെ ജോൺറ ഷിഫ്റ്റാണ്. അതായത് റൊമാൻറ്റിക് മ്യൂസിക്കൽ സാധനം നിന്ന് മാറിയിട്ട് പിന്നെ പക്ക പൊളിറ്റിക്കൽ സാധനം, റിലീജിയസ് സാധനം, അതിനുശേഷം ഒരു പൊളിറ്റിക്കൽ സാറ്റയർ ജോൺറയിലേക്ക് മാറുന്നുണ്ട്. അതോടെ തന്നെ പടത്തിൻ്റെ മൊത്തം മാറി. അത് തന്നെ ഒരു മുക്കാൽ ഭാഗം വരെ ഓക്കെ ആയിരുന്നു. കാരണം ആ സീരിയസ് നോട്ട് തന്നെ പടം പറഞ്ഞു പോയിട്ടില്ല. എസ്പെഷ്യലി ഈ ലവ് ജിഹാദിനെ കുറിച്ചുള്ള പരിപാടികളും പിന്നെ അതിൻ്റെ ഇവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻസ് ഉണ്ടല്ലോ. അത് ഇവർ പറയുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതൊരു മിത്താണ് എന്നുള്ള പോലെ പറയുന്നത്, അതുവരെ തെളിയിക്കപ്പെട്ടിട്ടുമില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്നത് മതം മാറ്റലല്ല, കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറ്റലല്ല. ഇവരെ മതം മാറ്റിയിട്ട് IS ചേർക്കാൻ വേണ്ടി വിടുന്ന മറ്റേ പിന്നെ ആടിനെ മേയ്ക്കുന്ന അവിടെ ടീമിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന പരിപാടിയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നതാണ് ഡെഫിനേഷൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ, അതല്ല പരിപാടി നടക്കുന്നത്. മതം മാറുന്നുണ്ട്, എന്ത് കല്യാണം കഴിക്കാൻ വേണ്ടി. അതും 90% പെൺകുട്ടികളാണ് മാറുന്നത്, ആൺകുട്ടികളുടെ മതം മാറുന്നില്ല. അപ്പോൾ ഈ സിനിമയിൽ വ്യക്തമായിട്ട് ഇവർ എല്ലാ ആളുകളെയും കാണിക്കുന്നു. നിഷാന്ത് സാഗർ ഉണ്ട്, പിന്നെ ജോയ് മാത്യു ഉണ്ട്. അവസാനം ഈ പൊളിറ്റിക്കൽ സാറ്ററിൻ്റെ സ്ഥലത്ത് നിർമ്മൽ പാലാഴിയൊക്കെ വരുന്നുണ്ട്, പുള്ളി ഇടുകയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സുഡാപ്പിയായിട്ട്. അതുപോലെ തന്നെ സംഖ്യയായിട്ട് നമ്മളെ അഖിലേഷ് ഇടനൊക്കെ കാസർഗോഡുള്ള. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ വായിക്കുന്ന സാധനങ്ങൾ എടുത്തങ്ങ് അലക്കിയേക്കുക. എടപ്പാളോട്ടത്തെക്കുറിച്ച് പറയുന്നു, ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതായത് സംഖ്യകൾ ബീഫ് കഴിക്കില്ല എന്ന് പറയും, പിന്നീട് കഴിക്കുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ ഈ സുഡാപ്പികൾ കൈവെട്ടി നമുക്ക് നല്ല പരിചയം പറയുന്നത്, പണ്ട് ജോസഫ് മാഷ കൈവെട്ടി കേസുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പൊളിറ്റിക്കൽ സാറ്റയറായിട്ട് പിന്നെ ഈ സംഭവം മാറിപ്പോയി. ഈ നായകൻ്റെ പരിപാടി മാറിയിട്ട് പിന്നെ ഇങ്ങനെ ഇത് കുറേ കാണിക്കുക. പ്രധാനമായിട്ട് സുഡാപ്പികളെയും സംഖ്യയിലാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു അണ്ടർലൈങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവർ കൂടുതലും ഇദ്ദേഹം മുസ്ലിം ലീഗുകാരനാണ് തോന്നുന്നു, ഷെയ്ൻ്റെ ക്യാരക്ടർ. കാരണം ഏതോ ഒരു ജാഥയിൽ മറ്റേ പച്ചക്കൊടിയും പിടിച്ചു പോകുന്ന കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ലീഗിനെയും തൊട്ടിട്ടില്ല. അപ്പോൾ ഇവരങ്ങനെ കൃത്യമായിട്ടൊരു അജണ്ട, ഇതൊരു പ്രൊപ്പഗാൻഡ അജണ്ട പടമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ജിഹാദ് ഇല്ല, അതാണ് ഇവർക്ക് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മതം പ്രണയത്തിന് പിന്നെ കമിതാക്കൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ മതം മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ആരെയും എവിടെയും മതം മാറ്റി IS ചേർക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമയാണെന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആയപ്പോഴേക്കും ഭയങ്കര ലൂസൻസ് ആയിപ്പോയി. ഇത് മാറി പിന്നെ പഴയ 90s സിനിമകളിലെ അവസാനം കൂട്ടമായി ചേർന്ന് ഫോട്ടോ എടുത്ത് അവസാനിപ്പിക്കുന്നത്, അത് പിന്നെ റിയാലിറ്റി എന്നൊക്കെ പോയി. പിന്നെ അതുകൊണ്ട് ഈ സിനിമ എനിക്ക് അവസാനമായപ്പോഴേക്കും തീരെ അങ്ങ് ഡൈജസ്റ്റ് ആയില്ല. അതേ ഒരു നോട്ടിൽ, അതേ ഒരു ഗ്രാഫിൽ ഒന്നുകൂടെ കയറ്റി ഒരു സീരിയസ് നോട്ടിൽ അവസാനിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു നല്ലൊരു സിനിമയായി മാറിയാണ്. ഇത് പക്ഷേ അവസാനമാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തമാശ കളിയായിപ്പോയി. മധുബാലുണ്ട്, നിയാസ് ബക്കറുണ്ട്. മധുബാൽ പിന്നെ പെണ്ണിൻ്റെ അച്ഛനായിട്ട്, പിന്നെ സോഹൻ സിൻലോനുണ്ട്, സാബു ഈശോ ഉണ്ട്, നമ്മളെ പാണ്ടിപ്പടലേക്കുള്ള. അങ്ങനെ കുറേ പേരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ പിന്നെ സംവിധായകൻ്റെ പേര് വീര എന്ന് മാത്രം കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അതല്ലല്ലോ.